ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് പൗഡറാണ്. ആൽമണ്ട് തന്നെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്കും നമ്മുടെ വീട്ടിൽ നട്ട്സ് വാങ്ങും. അപ്പോൾ നമ്മൾ കാഷ്യൂസ്, അതൊരു പിസ്ത, ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ ഈ ആൽമണ്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു മടിയാണ്. അത് കുട്ടികൾക്കായാലും ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെ മടിയുള്ള കുട്ടികൾക്ക് അതും കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആൽമണ്ട് പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ പാലിനകത്ത് ഇട്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. തനിയെ കുടിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഈ ആൽമണ്ട് പൗഡർ ഇട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ആൽമണ്ട് പൗഡർ കൊണ്ട് നമുക്ക് ആൽമണ്ട് മിൽക്ക്, അതായത് ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ആൽമണ്ട് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിന്, ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തേൺ ആക്കാൻ വേണ്ടിയിട്ട്, ബോൺ സ്ട്രെങ്തേൺ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ. അതിനകത്ത് അടങ്ങിയത് കാൽഷ്യം ആണല്ലോ. അപ്പോൾ ബോണൊക്കെ നല്ല സ്ട്രെങ്തേൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നട്ട്സും കൂടെയാണ്. അപ്പം ഈ ഒരു ആൽമണ്ട് പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറു ചൂടുവെള്ളത്തിനകത്ത് ഒരു 1.5 മണിക്കൂർ ആൽമണ്ട് കുതിർക്കാൻ വെക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിച്ച് കളയുക. അതിനുശേഷം ഈ ആൽമണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിനകത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തൊരു 4 ഏലക്ക ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പനം കൽക്കണ്ടവും കൂടെ ആഡ് ചെയ്യാം. എത്രയാണോ ആവശ്യത്തിനുള്ള പനം കൽക്കണ്ടവും കൂടെ ഒന്ന് ആഡ് ചെയ്തൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടും നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പാലിനകത്തിടോ, ഇനി എന്തെങ്കിലും ഷേക്കോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിട്ട് കുടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആൽമണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ പാലിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്ര സിമ്പിളാണ് ഈ ഒരു പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കി തരുന്ന ആൽമണ്ട് പൗഡർ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലാതെ വെളിയിൽ വെക്കുകയോ എങ്ങനെയാണ് ചെയ്യാം. 1 വീക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. ആൽമണ്ട് പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ, കണ്ടല്ലോ. വീട്ടിൽ ആൽമണ്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പൗഡർ ആക്കിയിട്ട് പാലിലൊക്കെ ആക്കി ഇട്ട് കൊടുത്തോളൂ. അവർ പെട്ടെന്ന് തന്നെ ആൽമണ്ട് ഫിനിഷ് ആക്കുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.